കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റയിലും കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് എന്താ സംഭവം പറ കേക്കട്ടെ. യൂട്യൂബ് എന്നുള്ള സംഭവം മറന്നു. യൂട്യൂബ് ഇന്നലെയാണ് ഓർമ്മ വരുന്നത്. ഇങ്ങനെ കഷ്ടായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവില്ല. പിന്നെ 2 ദിവസം അങ്ങനെ കുറെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് മൂഞ്ചി ഡിപ്രഷനിലൊക്കെ പോയി. ഓ അങ്ങനെയാണ്. ആൻഡ് പിരിഞ്ഞോന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കരി വരെ തേച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ പിരിഞ്ഞോന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ പിരിഞ്ഞ് നമ്മളിപ്പോ ഒരുമിച്ച്. ഞാൻ വരുന്നോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഒന്നുമില്ല. ആൻഡ് അത്ര ഞാൻ അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് അതിനെ പറ്റൊന്നും പറയാനില്ല. വളരെ സന്തോഷം. നല്ല ആളെ കണ്ട നമ്മള് കല്യാണം വന്നല്ലോ, നമ്മളെ പറ്റിച്ചു ഗൈസ്, നമ്മള് ചമ്മിപ്പോയി. നീ തന്തയ്ക്ക് പിറന്നവനല്ല മോനെ, തന്തയ്ക്ക് പിറന്നവനാ. അൺഫോളോ അടിച്ചു. പിന്നെ എന്താ എന്തിനു വേണ്ടിട്ടാണ് വെറുതെ അൺഫോളോ അടിച്ച അവൻ അറിയത്തില്ല എന്തിനാ വേണ്ടിട്ട് അൺഫോളോ അടിച്ചത്. എന്നാ പിന്നെ പേടിക്കണ്ട. ഒരു ദിവസം അപ്പൊ ഇവളെന്ത് ചെയ്തേ, ഇവള് റിട്ടേൺ നീ എന്നെ അൺഫോളോ അടിച്ചു, നീ ഫോളോ ചെയ്യാതെ നീ ഫോളോ ചെയ്യത്തില്ല എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തേ, ഇവള് അൺഫോളോ അടിച്ചു. ചെന്നവന്റെ നടുവിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കണം. അങ്ങോട്ട് റിമൂവ് ചെയ്തു. എന്നിട്ട് തന്റെ കെട്ടിയവൻ ലല്ലുവിനെയും അങ്ങോട്ട് അൺഫോളോ ചെയ്തു. ആളുകൾ നോട്ടീസ് ചെയ്തു. കണ്ടവന്റെ വീട്ടിലെ തൊട്ടിത്തരം കാണാൻ നിൽക്കുന്ന ആളുകൾ നോട്ടീസ് ചെയ്യും. അത് മനസ്സിലായി. ഈ കോപ്രായത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തത്. ഇവനാണ് ഇവന്റെയൊക്കെ ഉടായ്പ നടക്കുന്നത്. ഇങ്ങനെ അൺഫോളോ അടിക്കുമ്പോൾ ഇവിടെ ഫോളോവേഴ്സ് എന്താ വിചാരിക്കുന്നത്, രണ്ടുപേരും തമ്മിൽ തെറ്റിപ്പിരി. അന്നേരം അത് ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിട്ട് വീഡിയോ അങ്ങ് റിമൂവ് ചെയ്തു. പരപടാം ഞാനൊരു നമ്പർ കാണിച്ചു തരാം. ഇതിനു വേണ്ടിട്ട് ഇമാതിരി ഒരു തൊട്ടിത്തരം കാണിച്ചു എന്നുള്ളതിന്റെ ഒരു മറുപടിയും കൂടെ ഞാൻ പറയാം. പിന്നെ ഞങ്ങൾ തുടങ്ങുന്ന ബിസിനസ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കേട്ടല്ലോ, 2 മാസമായിട്ട് ഇവരെ ഡിവോഴ്സ് ആണെന്നുള്ള തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. എന്നിട്ട് സുപ്രഭാതത്തിൽ വന്നിട്ട് അയ്യോ ഞങ്ങൾ പറ്റിച്ചേ, ഞങ്ങൾ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകാന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു റീച്ച്, ഇതൊക്കെ എന്ത് അടിപൊളി ഐറ്റംസ് ഇറക്കുന്നതായിരിക്കും. ഇറക്ക് ഈ മാതിരി ഉടായ്പ ഐറ്റംസ് ആണെങ്കിൽ പൊന്നുമോളെ നീ ഇറക്കാൻ നിൽക്കും. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ വന്നത് നമ്മുടെ മുല്ലച്ചേരി ചേച്ചി ഉണ്ടല്ലോ, മുല്ലച്ചേരി ചേച്ചി വണ്ടി സെയിം ട്രിക്ക് ഇറക്കിയത് ഏറിപ്പോയതാണ്. ഓർമ്മയില്ല. അടുത്തത് മിക്കവാറും ഫസ്മിനെ ആവാനുള്ള സാധ്യത ഞാൻ കാണും. ഉളുപ്പുണ്ടടാ ചക്കണക്ക്, എന്നാ പോവാൻ നോക്കടാ. ഞങ്ങൾ വളരെ അഫോർഡബിൾ റേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പൊ ആ കഷ്ടപ്പാട് നിങ്ങൾ കാണാണ്ട് പോകരുത്. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്ന ബിസിനസ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും പോയത് സപ്പോർട്ട് ചെയ്യണം. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും.